കൊതിയൂറുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. നമുക്ക് സ്പ്രൗട്ടഡ് ആണ് ആദ്യം ആവശ്യമുള്ളത്. ചെറുപയർ മുളപ്പിച്ചത്. ഞാനിതൊരു 4 ദിവസം മുളച്ച ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിലിൽ മുളപ്പിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ടും അതുപോലെ ജസ്റ്റ് ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഒരു കുഞ്ഞി ഇല വരുന്ന ഒരു അവസ്ഥയിലോട്ട് ഇത് വളർന്നിട്ടുണ്ട്. നോർമലി നമ്മൾ തുണിയിലൊക്കെ പൊതിഞ്ഞ് വെക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവർ മാക്സിമം ഈ ജാറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ ജാറ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു ജാറിന് 800 രൂപയാണ്. നമുക്കതിൽ തന്നെ വെള്ളം ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കാനുള്ളത് ഒരു നല്ല രസമുള്ള മോഡലിലുള്ളതാണ്. ജാറിനെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ സ്പ്രൗട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പയറിൻ്റെ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബൗളെടുത്ത് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ തോലെല്ലാം നമുക്ക് മാറിക്കിട്ടും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്യാം. പച്ചയ്ക്കും യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് പച്ചയ്ക്ക് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് റൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപ്സിക്കം, സവാള, കുറച്ച് വെളുത്തുള്ളി, കുക്കുംബർ, സ്വീറ്റ് കോണ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്. ഇത് ഇത്രയും കൂടിയാണ് നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ ഡെയിലി ബേസിൽ എന്തെങ്കിലും സാലഡ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും ഫൈബർ കണ്ടൻറ്റ് ഡെയിലി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാർബിൻ്റെ യൂസേജ് കുറച്ച് കുറയുകയും ചെയ്യും. ക്രേവിങ് ടെൻഡൻസി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ സ്വീറ്റ് കോൺ വേവിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. ഇനി 2 വലിയ സ്പൂണ് തൈര് എടുക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്ത് വെക്കുക. തൈരൊരു ഗുഡ് പ്രോബയോട്ടിക്കാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെയിലി ബേസിൽ നമ്മൾ കുറച്ച് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളിയും അതുപോലെ ആ ഉള്ളി സവാളയിൽ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറവിടണം. ഞാൻ ഒലിവെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒലിവെണ്ണയിൽ സവാളയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ജീരകം ഇത്രയും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തൈരിലോട്ട് ഈ ഒരു മിക്സിങ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ്, അതിൻ്റെ കൂടെ വേവിച്ച കോണ്, അതേപോലെ സ്റ്റീം ചെയ്ത സ്പ്രൗട്ട്, ഇത് ഇത്രയും ചേർത്ത് ഈ മിക്സ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒന്ന് തണുത്ത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. വളരെ സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെഡിയാണ്. ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ കഴിക്കാം. നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ കുടലിൻ്റെ ഹെൽത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാലഡാണ്. ഇതിൻ്റെ കൂടെ നിങ്ങളിത് മാത്രം കഴിക്കുന്നെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് എന്തെങ്കിലും ഉൾപ്പെടുത്തുക.